ആശുപത്രി ചെന്നപ്പം നട്ടല് കഴിച്ച് വെള്ളം എടുത്തപ്പം പറഞ്ഞ് ഭയങ്കര സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ ജീവിത പങ്കാളി 3 വർഷം മുമ്പ് ബ്ലഡ് കോട്ടായി ആശുപത്രിയിൽ കിടന്നു, ഓപ്പറേഷനൊക്കെ ചെയ്തു. കഴിഞ്ഞ മാസം പെട്ടെന്ന് ഒരു തലവേദന ഉണ്ടായി. ആശുപത്രി ചെന്നപ്പം നട്ടല് കഴിച്ച് വെള്ളം എടുത്തപ്പം പറഞ്ഞ് ഭയങ്കര സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ്, ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ ഒരു കുഴപ്പവും വരാതെ കാത്തുള്ളണേന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ സ്കാനിങ്ങിൽ പറഞ്ഞു, MRI സ്കാനും ചെയ്തു. അതെല്ലാം സ്കാനിങ്ങിലെല്ലാം റിപ്പോർട്ട് വന്നു, കുഴപ്പമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. യേശുവിന് അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ എൻ്റെ കുഞ്ഞ് പഠിത്തം കഴിഞ്ഞ് ജോലിയൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവിന് ജോലിക്ക് പോകാനുള്ള മനസ്സും അവന് കൊടുക്കണമേ, മാതാവിനോട് സാക്ഷ്യം പറഞ്ഞേക്കാം അന്നും പറഞ്ഞു. മാതാവ് അവനൊരു ജോലി അവന് കിട്ടി. യേശുവിനും അമ്മയ്ക്കും 1000 നന്ദി. മിക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും, ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കും. ദൈവത്തിൻ്റെ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയെയും തക്ക സമയത്ത് കർത്താവ് തൊടും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സഹോദരി. ഒരു രക്ഷയുമില്ലാതെ മകൻ ജോലിയില്ലാതെ അലഞ്ഞു തിരിയുന്ന അവസ്ഥയിൽ മകന് വേണ്ടി പ്രാർത്ഥിക്കുക. അമ്മേ, എൻ്റെ മകൻ ഇങ്ങനെ തേനേപ്പാലെ നടക്കാതെ ഒരു ജോലി നൽകി അനുഗ്രഹിക്കണേ. അതുപോലെ ജീവിത പങ്കാളിക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാ, വീണ്ടും ബ്ലഡ് ക്ലോട്ട് ചെയ്തു. ഇനി ഇവരുടെ കയ്യിൽ പണമില്ല, വീണ്ടും മറ്റൊരു ഓപ്പറേഷന് വേണ്ടി. അതിൽ നിന്ന് ആ ബ്ലഡ് ക്ലോട്ട് ചെയ്ത അവസ്ഥ ഒന്ന് മാറ്റി തരണമേ എന്ന് വീണ്ടും ഇവർ പരിശോധനയ്ക്കായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് പറയുകയാണ്, ഇപ്പോൾ പ്രശ്നങ്ങൾ ഒന്നുമില്ല, അവിടെ കർത്താവ് തൊട്ടു. പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരനോട് ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു. നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ